ഹലോ ഗായ്സ്, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന അപൂർവമായ ചില സ്മരണാർത്ഥ നാണയങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ വിവിധ കാലഘട്ടങ്ങളിലായി പുറത്തിറങ്ങിയ ഈ 2 രൂപ നാണയങ്ങൾക്കെല്ലാം ഇന്ന് നാണയശേഖരകർക്കിടയിൽ വലിയ മൂല്യമാണുള്ളത്. ഇവയുടെ പ്രത്യേകതകളും ഇന്നത്തെ വിപണി വിലയും നമുക്കൊന്ന് പരിശോധിക്കാം. ദേശീയ ഒരുമ 2 രൂപ നാണയം. ഇന്ത്യയുടെ ഭൂപടവും അതിനുള്ളിൽ ദേശീയ പതാകയും ആലേഖനം ചെയ്ത ഈ 2 രൂപ നാണയം 2000-ലാണ് പുറത്തിറങ്ങിയത്. ഇതിന്റെ മുൻവശത്ത് ദേശീയ ചിഹ്നമായ അശോകസ്തംഭവും വിലയായ 2 എന്ന അക്കവും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിൻവശത്ത് ദേശീയ ഒരുമ എന്ന സന്ദേശം ഹിന്ദിയിലും ഇംഗ്ലീഷിലും കാണാം. രാജ്യത്തിന്റെ വൈവിധ്യവും അഖണ്ഡതയും ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് നാണയത്തിൽ ഇന്ത്യയുടെ ഭൂപടം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള പ്രത്യേക ആകൃതിയിലുള്ള ഈ നാണയം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചത്. സാധാരണ നിലയിൽ വലിയ മൂല്യമില്ലെങ്കിലും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലുള്ള നാണയമാണെങ്കിൽ 10 മുതൽ 25 രൂപ വരെ വിപണിയിൽ ലഭിച്ചേക്കാം. ശ്യാമപ്രസാദ് മുഖർജി 2 രൂപ നാണയം. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2001-ലാണ് ഈ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ മുൻവശത്ത് അശോകസ്തംഭവും വിലയായ 2 എന്ന അക്കവും കാണാം. ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടിയ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ ചിത്രം നാണയത്തിൽ ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിന് നിലവിൽ നല്ല ഡിമാൻഡുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 15 മുതൽ 25 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലുള്ള നാണയമാണെങ്കിൽ 80 രൂപ മുതൽ 100 രൂപ വരെയും വിപണിയിൽ ലഭിച്ചേക്കാം. അഗ്രി എക്സ്പോ 95 2 രൂപ നാണയം. ഇന്ത്യൻ കൃഷിയെ ആഗോളതലത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി 1995-ലാണ് അഗ്രി എക്സ്പോ 95 എന്ന ഈ സ്മരണാർത്ഥ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് കാളയുടെ തലയും ഇരുവശത്തുമായി ധാന്യക്കതിരുകളും കൃഷി ഉപകരണങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു. നമ്മുടെ കർഷകരുടെ പ്രാധാന്യവും കാർഷിക പുരോഗതിയും വിളംബരം ചെയ്യാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 രൂപ മുതൽ 50 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 300 രൂപ മുതൽ 500 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ 2 രൂപ നാണയം. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള ആദരസൂചകമായി 1996-ലാണ് ഈ നാണയം പുറത്തിറങ്ങിയത്. ഭാരതത്തിന്റെ ഏകീകരണത്തിനായി അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളെ സ്മരിക്കാനാണ് നാണയത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയത്. കോപ്പർ നിക്കൽ ലോഹത്തിൽ നിർമ്മിച്ച 11 വശങ്ങളുള്ള ഈ നാണയം ഇന്ന് ശേഖരിക്കാൻ ഏറെ ആളുകളുണ്ട്. സാധാരണ നിലയിൽ ഇതിന് 10 മുതൽ 25 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 150 രൂപ മുതൽ 250 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. വേൾഡ് ഫുഡ് ഡേ 2 രൂപ നാണയം. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് 1993-ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് കുന്നുകളും പുഴയും മരങ്ങളും സൂര്യനും അടങ്ങുന്ന പ്രകൃതി ഭംഗിയോടൊപ്പം വേൾഡ് ഫുഡ് ഡേ എന്ന സന്ദേശവും കാണാം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും അവബോധം നൽകാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയം ഇന്ന് കളക്ടർമാർക്കിടയിൽ വലിയ പ്രിയമുള്ള ഒന്നാണ്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 500 രൂപ മുതൽ 800 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. സുഭാഷ് ചന്ദ്രബോസ് 2 രൂപ നാണയം. സുഭാഷ് ചന്ദ്രബോസിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1997-ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് സൈനിക വേഷത്തിലുള്ള അദ്ദേഹത്തിന്റെ ചിത്രവും സുഭാഷ് ചന്ദ്രബോസ് ജന്മശതാബ്ദി എന്ന എഴുത്തും കാണാം. സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളെ ആദരിക്കാനാണ് ഈ ചിത്രം നാണയത്തിൽ ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയം ഇന്ന് ശേഖരിക്കാൻ ഏറെ ആളുകളുണ്ട്. സാധാരണ നിലയിൽ ഇതിന് 20 മുതൽ 50 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 150 രൂപ മുതൽ 400 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. ഇന്ത്യൻ റെയിൽവേ 2 രൂപ നാണയം. ഇന്ത്യൻ റെയിൽവേയുടെ 150ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി 2003-ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നമായ ഭോലു എന്ന ആനക്കുട്ടി കയ്യിൽ വിളക്കേന്തി നിൽക്കുന്ന ചിത്രം കാണാം. റെയിൽവേയുടെ സേവനത്തെയും പാരമ്പര്യത്തെയും ആദരിക്കാനാണ് ഈ പ്രത്യേക ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിന് നിലവിൽ വിപണിയിൽ നല്ല മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 200 രൂപ മുതൽ 500 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. സന്ത് തുക്കാറാം 2 രൂപ നാണയം. മഹാരാഷ്ട്രയിലെ പ്രശസ്തനായ ഭക്തകവി സന്ത് തുക്കാറാമിനോടുള്ള ആദരസൂചകമായി 2002-ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് തമ്പുരുമീട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രവും ഭക്തി ശക്തി ജാഗൃതി എന്ന സന്ദേശവും കാണാം. അദ്ദേഹത്തിന്റെ ആത്മീയ സംഭാവനകളെയും സന്ദേശങ്ങളെയും സ്മരിക്കാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്.
11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 400 രൂപ മുതൽ 800 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് 2 രൂപ നാണയം. ബംഗാളിന്റെ പ്രിയ നേതാവ് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിനോടുള്ള ആദരസൂചകമായി 1998 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് കണ്ണട ധരിച്ച അദ്ദേഹത്തിന്റെ ചിത്രവും ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് എന്ന പേരും 1870 മുതൽ 1925 വരെ എന്ന കാലയളവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെ അദ്ദേഹത്തിന്റെ സജീവമായ പങ്കാളിത്തത്തെ സ്മരിക്കാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയം ഇന്ന് ശേഖരിക്കാൻ ഏറെ ആളുകളുണ്ട്. സാധാരണ നിലയിൽ ഇതിന് 15 മുതൽ 25 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 150 രൂപ മുതൽ 300 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. ഹാപ്പി ഫാമിലി 2 രൂപ നാണയം. ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചും ആസൂത്രിത കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം നൽകാനായി 1993 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രവും ചെറിയ കുടുംബം സന്തോഷ കുടുംബം എന്ന സന്ദേശവും കാണാം. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഡിസൈൻ തെരഞ്ഞെടുത്തത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 300 രൂപ മുതൽ 500 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. ഛത്രപതി ശിവാജി 2 രൂപ നാണയം. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ധീരനായ പോരാളിയുമായ ഛത്രപതി ശിവാജി മഹാരാജിനോടുള്ള ആദരസൂചകമായി 1999 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് കിരീടം ധരിച്ച അദ്ദേഹത്തിന്റെ ചിത്രവും ഛത്രപതി ശിവാജി എന്ന പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തെയും പോരാട്ടവീര്യത്തെയും സ്മരിക്കാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വലിയ വിപണി മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 50 രൂപ മുതൽ 100 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 800 രൂപ മുതൽ 1200 രൂപ വരെയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വേൾഡ് ഫുഡ് ഡേ 2 രൂപ നാണയം. ഭക്ഷ്യസുരക്ഷയിൽ ജലത്തിനുള്ള പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് 1994 ജലം ജീവാമൃതം എന്ന സന്ദേശത്തോടെ ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് വെള്ളത്തുള്ളിയുടെ ചിത്രവും താഴെ തിരമാലകളും ആലേഖനം ചെയ്തിരിക്കുന്നു. ജലസംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം നൽകാനാണ് ഈ ലളിതമായ ഡിസൈൻ തിരഞ്ഞെടുത്തത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 500 രൂപ മുതൽ 800 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. വെറും നാണയങ്ങൾ എന്നതിലുപരി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും അഭിമാന നിമിഷങ്ങളും മുദ്രണം ചെയ്യപ്പെട്ട ശേഖരണ വസ്തുക്കളാണിവ. നിങ്ങളുടെ കയ്യിലും ഇതുപോലെയുള്ള അപൂർവ നാണയങ്ങൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി സംരക്ഷിക്കുക. കാരണം കാലം ചെല്ലുന്തോറും ഇവയുടെ മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.